ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മു സനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ് ഈ കൊതുക് എന്നുള്ളത് അല്ലേ. പല രോഗങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൊതുക് വരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ചെയ്ത് വയ്ക്കുക, എന്നാലാണ് നമുക്ക് നോട്ടിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 4 പച്ച കോലാണ് ഇട്ടെടുക്കുന്നത്. അതിന് പകരം ഒരു 4 പച്ച ഈർക്കല കിട്ടുമെങ്കിൽ നല്ലതാണ്. പിന്നെ സവാള വേണം. ഒരു മെഴുകുതിരി ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഗ്രാമ്പു ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ 4 പച്ച കോല് എടുത്ത് വെച്ചത് ക്ലീൻ ആക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിന് പകരം പച്ച ഈർക്കലി ആയാലും പറ്റും, ഉണങ്ങിയത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് സവാള ഉണ്ടല്ലോ, തൊലി മാത്രം എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഈ 2 അറ്റവും പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഈ തൊലി നീക്കാനായിട്ട്. ഒരു ഇടത്തരം വലിപ്പമുള്ള സവാളയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ 2 അറ്റം പോയിട്ടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള വേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല, നമുക്ക് ആ തൊലി കളഞ്ഞാൽ മാത്രം മതി. ഇനി ചെയ്യണത് 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് കേട്ടോ. നേർപകുതിയായിട്ട് മുറിക്കുകയാണ് സവാളനെ. അപ്പോൾ ഒന്ന് വേരുള്ള ഭാഗം ഒന്ന് വേറെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, 2 ഭാഗമായിട്ടുണ്ട്. 2 കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരുപോലത്തെ കഷ്ണങ്ങളാണ് മുറിച്ചുണ്ടാക്കിയത്. അപ്പോൾ ഇനി ഈ വേരുള്ള ഭാഗത്ത് നമ്മളൊരു കുഴി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. നടുത്ത ഭാഗം എടുത്ത് മാറ്റിയാൽ മതി ഇത്തിരി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേര് ഇല്ലാത്ത മറ്റേ ഉള്ളിൻ്റെ കഷ്ണത്തിൽ ഗ്രാമ്പു വെക്കണം കേട്ടോ. ഗ്രാമ്പു ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ 4 നല്ല ഗ്രാമ്പു നമ്മൾ എടുക്കണം. അതിൻ്റെ തലഭാഗം ഒന്നും പോവാൻ പാടില്ല കേട്ടോ. അപ്പോൾ എനിക്കിതാ നല്ല 4 ഗ്രാമ്പു കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലിങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഗ്രാമ്പൂ. കറുവാപ്പട്ട നമുക്കിതിന് പറ്റും, പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കുത്തി വയ്ക്കാൻ സൗകര്യം ഗ്രാമ്പൂ ആണല്ലോ. കറുവാപ്പട്ട അങ്ങനെ വയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഗ്രാമ്പു തന്നെ വേണമെന്ന് പറയണത്. അപ്പോൾ 4 ഗ്രാമ്പു ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വേരുള്ള ഭാഗത്തിൽ കുഴി ഉണ്ടാക്കിയ ഭാഗത്തിൽ ഇതാ 4 കോലിങ്ങനെ ഗ്രാമ്പു കുത്തി കൊടുത്ത പോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ആ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ള 2 ഗ്രാമ്പൂവിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്തേക്ക് ഈ ഓരോ കോലും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ വെച്ച് കൊടുത്താൽ പോരാ, നമ്മൾ ഗ്രാമ്പു കുത്തിവെച്ച പോലെ തന്നെ കുത്തിവെക്കണം. അപ്പോൾ ഈ ഉള്ളി നേരം പോലെ ഇരിക്കാത്തത് കൊണ്ട് ഞാനൊരു അടപ്പിലാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു കുഞ്ഞ് മെഴുകുതിരി, ഈ കോലിൻ്റെ പകുതി നീളത്തിൽ ഒരു കുഞ്ഞ് മെഴുകുതിരി മുറിക്കുക. വലിയ മെഴുകുതിരി കത്തിക്കണം എന്താ വെച്ചാൽ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്, സൗകര്യത്തിനാട്ടോ. ഈ ചെറിയ മെഴുകുതിരി കത്തിക്കാൻ സൗകര്യത്തിനാണ്. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യണതെന്ന് പറഞ്ഞാൽ നടുവിൽ ഇത്തിരി മെഴുകുതിരി ഒറ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മറ്റേ ചെറിയ മെഴുകുതിരി വെക്കുമ്പോൾ നമുക്ക് അതാ നല്ലൊരു ലൈറ്റും കിട്ടും, നല്ലൊരു സുഗന്ധം. നമുക്കിത് നല്ലൊരു സുഗന്ധമാണ്, പക്ഷേ ചെറിയ പ്രാണികൾക്ക് ഇതിൻ്റെ മണം അത്ര നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കൊതുകൊക്കെ പറക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.